ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫേസ് വാഷിൻ്റെ റിവ്യൂസ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന 4 ഫേസ് വാഷിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 4 പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉള്ള അനുഭവമാണ് കേട്ടോ ഞാനിവിടെ പറയണത്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും, എങ്കിലും എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ് കേട്ടോ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ്. ഇത് ഓയിലി സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് വാഷാണ്. കൂടാതെ ഇപ്പോൾ ഒരുപാട് പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ് കേട്ടോ ഈ സിമ്പിൾ. അപ്പോൾ ഞാൻ തന്നെ ഇത് 2-3 പേർക്കൊക്കെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ എനിക്ക് നല്ല യൂസ് ആയിരുന്നു കേട്ടോ. ഞാനിത് ആദ്യമായിട്ട് വാങ്ങിക്കുന്നത് അബ്രോഡ് പോയ സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ എല്ലാ ഷോപ്പുകളിലും ഉണ്ടായിരുന്നില്ല. ബ്രാൻഡ് ഫോർ ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൽ മാത്രമായിരുന്നു ഇത് അപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോഴല്ല, ഇപ്പോഴും അവിടെ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന സമയത്ത് പിന്നെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഞാൻ അവിടുന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഒരു പാക്കേജിങ്ങിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നല്ലൊരു പാക്കേജിങ് ആയിരുന്നു ഇതിന് വന്നിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, ആദ്യം ഞാൻ അബ്രോഡ് ഉള്ള സമയത്തായിരുന്നു ഇത് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നാട്ടിലോട്ട് വരുമ്പോഴൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഞാനിത് കൊണ്ടുപോകാറും കൊണ്ടുവരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതിൻ്റെ ലീക്കേജോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ പാക്കേജിൻ്റെ കാര്യത്തിൽ നല്ലൊരു ഇതായിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. ഇത് കണ്ടാൽ തന്നെ അറിയാം, ഇത് കണ്ടില്ലേ, ഒരു ജെൽ ബേസ് ആണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് ഒരുപാട് പതയില്ല കേട്ടോ. നമുക്ക് ഒരുപാടിട്ട് നന്നായി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കുറച്ച് പത വരുള്ളൂ, ഒരുപാട് പതയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സ്മെല്ലും ഒരുപാടില്ല കേട്ടോ. തീരെ സ്മെല്ലില്ലാത്തൊരു ഫേസ് വാഷും കൂടിയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു സിമ്പിളിലെ ഫേസ് വാഷ് ഇത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം അത് തന്നെയാണ് കേട്ടോ. ഇതിന് സ്മെല്ലില്ല, അതുപോലെ തന്നെ പതയും ഇല്ല. പക്ഷേ നല്ലൊരു റിഫ്രഷിംഗ് ആണ് നമുക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. പക്ഷേ ഒരുപാട് പതയില്ല എന്നുള്ളൂ, ചെറുതായിട്ടൊരു പതയൊക്കെ വരും. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഒരു സോപ്പ് ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു പത വരുന്നുണ്ടെങ്കിലും ആ ഒരു പത നമുക്ക് നല്ലതായിട്ടാണ് തോന്നുന്നുള്ളത്. കാരണം നമ്മൾ കുറച്ച് ഡേർട്ട് പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഡേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാനായിട്ട് ഈ ഒരു പത നമുക്ക് അത്യാവശ്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ചെറിയൊരു മോയ്സ്ചറി ഫീലിംഗ് നമുക്കുണ്ടാവും. ഒരുപാട് നമുക്ക് ഡ്രൈ ആയതുപോലെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കുന്ന ഒരു ഇതല്ല കേട്ടോ ഈ ഒരു ഫേസ് വാഷ്. പിന്നെ ഞാനിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആകെ ഇതാണ് കേട്ടോ ഉള്ളൂ. ഈ ഒരു ഫേസ് വാഷ് ഒരുപാട് കാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണ് ഞാനൊരു ചേഞ്ചിലേക്കൊക്കെ വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് എന്നും എൻ്റെ ഒരു ഫേവറേറ്റ് ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി പറയുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഒരു 2-2.5 മാസം വരെ നമുക്ക് ഇതൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്വിറ്റ്സർലാൻഡ് കമ്പനി ആയിട്ടുള്ള സ്വിസ് ഇമാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷിനെ കുറിച്ചാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളത് ഒരു മാറ്റിഫൈയിങ് ഫേസ് വാഷ് എന്നാണ് കേട്ടോ. ഇതും ജെൽ ബേസ്ഡ് ഫേസ് വാഷ് തന്നെയാണ്. അതുപോലെ തന്നെ ഞാനിത് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷല്ല, ഒരു 2-3 വർഷം മുൻപ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷാണ്. അപ്പോൾ ഇതും ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല, അബ്രോഡ് തന്നെ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷാണ്. പക്ഷേ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവരും അതുപോലെ പറയേണ്ടത് ഡീപ്പ് ക്ലെൻസിങ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫങ്ഷനിങ് കാര്യങ്ങളും എല്ലാം അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലാം അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോമിങ് അല്ല അങ്ങനെയെല്ലാം. അതുപോലെ തന്നെ നമ്മളിത് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡ്രൈ ആക്കും കേട്ടോ സ്കിന്ന്. എൻ്റെ ഓയിലി സ്കിന്നാണ്, എന്നിട്ട് പോലും ഈ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ട് വീണ്ടും വേറെ ഒരു പിമ്പിൾസ് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫേസ് വാഷ് സ്റ്റോപ്പ് ചെയ്തത്. ഒരുപാട് ഡ്രൈ ആക്കുക. അപ്പോൾ നമ്മൾ ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഒരു തവണ രാവിലെയും അല്ലെങ്കിൽ രാത്രിയും അങ്ങനെ 2 തവണ മാത്രം യൂസ് ചെയ്തിട്ടിരുന്നാലും നമ്മുടെ ഫേസ് നല്ല ഡ്രൈ ആക്കും കേട്ടോ.
പിന്നെ ഇതിന് ചെറിയൊരു സ്മെല്ലുണ്ട്, പക്ഷേ ഒരുപാട് ഫോമി അല്ല കേട്ടോ, നന്നായിട്ട് പതയില്ല, ചെറുതായിട്ട് മാത്രമേ പതയുള്ളൂ. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, നല്ല ഇതിൽ എഴുതിയിട്ടുണ്ട് മാറ്റിഫൈയിങ് എന്നാണ്, അതുപോലെ തന്നെ ഇത് കറക്റ്റാണ് കേട്ടോ അത് എഴുതിയതും. അപ്പോൾ നന്നായിട്ട് മാറ്റിങ് ആക്കും നമ്മുടെ ഫേസ് ഫുള്ള്, നമ്മുടെ ഉള്ള എക്സസ് ആയിട്ടുള്ള എല്ലാ ഓയിലും ഈ ഒരു ഫേസ് വാഷ് റിമൂവ് ചെയ്യും. നമുക്ക് ഫേസ് ഒരു തവണ വാഷ് ചെയ്താൽ തന്നെ നമുക്കറിയും. ഇപ്പോൾ നല്ല ഓയിലി സ്കിന്നായിട്ടുള്ള അവർക്കൊക്കെ ഇത് 1-2 തവണ അല്ലെങ്കിൽ ഒരു 1 വീക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഒരു സെക്കൻഡ് വീക്ക് തൊട്ടിട്ടാണ് നമുക്ക് ഈ ഒരു ഡ്രൈനെസ് നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഞാൻ നിർത്താൻ കാരണം. അപ്പോൾ ഈ ഒരു സിമ്പിളുടെ ഫേസ് വാഷിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ഫേസ് വാഷ് നല്ല നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും. അതുപോലെ തന്നെ എക്സ്പെൻസിൻ്റെ കാര്യത്തിലും ഈ ഒരു ഫേസ് വാഷ് മുൻപിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 വർഷം മുൻപ് വാങ്ങിച്ചിട്ടുള്ളൊരു ഫേസ് വാഷ് ആണെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ കറക്റ്റ് റേറ്റ് ഒന്നും ഓർമ്മയില്ല, എങ്കിലും കൂടി ഞാൻ നല്ല എക്സ്പെൻസ് കൊടുത്തിട്ട് തന്നെയായിരുന്നു ആ ഒരു ഫേസ് വാഷും അതിൻ്റെ കൂടെ ഒരു മോയ്സ്ചറൈസറും കൂടിയിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നല്ലൊരു എക്സ്പെൻസാണ്, നമ്മളത് എക്സ്പെൻസ് നന്നായിട്ട് പ്രതീക്ഷിക്കുക കേട്ടോ. അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അക്വാ പ്ലസിൻ്റെ ഒരു ഫേസ് വാഷാണ്. അതെനിക്കൊരു ഹോമിയോ ഡോക്ടർ എഴുതി തന്നതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഒരു ക്രീമിൻ്റെ ഒരു റിവ്യൂ കൂടി ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് എഴുതി തന്നിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇതും നല്ല ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫേസ് വാഷിനുള്ളത്. പക്ഷേ ഈ ഒരു ഫേസ് വാഷ് എനിക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഡ്രൈ ആക്കുന്ന ഒരു തരം ഫേസ് വാഷാണ് കേട്ടോ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1-2 വീക്കൊക്കെ എനിക്ക് ഈ ഒരു ഫേസ് വാഷ് നല്ല ഒരു യൂസായിട്ടാണ് തോന്നിയത്. ആ ഒരു 2 വീക്ക് കഴിഞ്ഞതും എൻ്റെ ഫേസ് നല്ല ഡ്രൈ ആക്കാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഈ ഒരു മന്ത്, ഒരു ഡിസംബർ മന്ത്, ജനുവരി ആ ഒരു മന്ത് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റിൻ്റെ സീസൺ ആയതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല, പക്ഷേ ഞാനൊരു 2 വീക്ക് മാത്രമാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം എനിക്ക് ഈ ഒരു ഫേസ് വാഷ് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്, കാരണം എൻ്റെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കാൻ തുടങ്ങി കേട്ടോ. ഈ ഒരു ഫേസ് വാഷും അതുപോലെ തന്നെ ജെൽ ബേസ്ഡ് ആണ് കേട്ടോ. എനിക്കിതിൻ്റെ ഒരു ബാഡ് റിവ്യൂ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കളറ്, അതുപോലെ തന്നെ സ്മെല്ല്, പിന്നെ അതുപോലെ ആ ഒരു ഫോം നല്ല പതയും ചെയ്യും, അതുപോലെ തന്നെ കളറുമുണ്ട്, അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഫേസ് വാഷ്. പിന്നെ ഈ ഒരു ഫേസ് വാഷിൻ്റെ എനിക്ക് ഏറ്റവും നല്ലൊരു ഗുണമായിട്ട് തോന്നിയത്, നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വീക്ക്ലി ട്വൈസോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഫേസ് വാഷ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു ഫേസ് വാഷ് നമ്മളൊന്ന് പുറത്ത് പോയിട്ട് നല്ല ടയേർഡൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് ഒന്ന് യൂസ് ചെയ്ത് നമുക്കൊന്ന് ഫേസ് കഴുകി കഴിഞ്ഞാൽ നമുക്കൊരു നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ് കേട്ടോ കിട്ടാറുള്ളത്. ശരിക്കും നമ്മളിതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തോ കയ്യിലോ എവിടെയെങ്കിലും വിക്സിൻ്റെ ഒരു കണ്ടൻറ്റ് എവിടെയെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ, വിക്സോ ടൈഗർ ബാമോ അങ്ങനെ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്ന് കഴുകാനായിട്ട് തണുത്ത വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ ഫീൽ ചെയ്യുക, നല്ലൊരു കൂളായിട്ട് നമുക്ക് തോന്നില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നാറുള്ളത്. സാധാരണ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഫേസ് വാഷാണ് ഇത്. എങ്കിൽ കൂടി ഇതിൻ്റെ സ്മെല്ലും പിന്നെ അതുപോലെ ഇതിൻ്റെ കളറും അങ്ങനെയൊന്നും എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. സ്മെല്ലൊക്കെ ഒരുപാട് നല്ല കുത്തണ സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊരു ഡോക്ടർ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഡോക്ടർ എഴുതി തന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ കുറച്ചത് യൂസ് ചെയ്തത്. പക്ഷേ ഓവർ ഡ്രൈ ആയപ്പോൾ ഞാനത് നിർത്തി കേട്ടോ. അടുത്തതായിട്ട് എൻ്റെ കറൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ ഇത്, ബയോട്ടിക്കിൻ്റെ ഫേസ് വാഷ്. ഇത് അവർ പറയണത് ആയുർവേദിക് ഫേസ് വാഷാണ് കേട്ടോ. ആയുർവേദിക് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അതുപോലെ തന്നെ പിമ്പിൾസിനെയും നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫേസ് വാഷായിട്ടാണ് ഈ ഒരു ഫേസ് വാഷിനെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് 100% കറക്റ്റായിട്ട് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഇതൊരുപാട് നല്ല ഒരു ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ലൊരു എന്താ പറയുക കുരുക്കളൊക്കെ പോയി എനിക്ക്
ഓവർ കുരുക്കൾ പുതുതായിട്ട് വരാതെയായി കേട്ടോ. വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളന്ന് നല്ലപ്പോൾ കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം എനിക്ക് ആ ഡോക്ടർ എഴുതി തന്നിട്ട് ഞാൻ ആ ഒരു ഫേസ് വാഷ് അക്യുപ്ലസിൻ്റെ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കുറച്ച് കുരുക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആവാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശേഷം വീണ്ടും ഞാൻ ഈ ഒരു ബയോട്ടിക്കിൻ്റെ ഈ ഒരു ഫേസ് വാഷിന് യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇതാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം വീണ്ടും എനിക്ക് ആ ഉള്ള പിമ്പിൾസ് മുഴുവനും ഇങ്ങനെ കരിഞ്ഞു പോകാനായിട്ട് തുടങ്ങി കേട്ടോ. ഈ ഒരു ഫേസ് വാഷും ഒരുപാട് സ്മെല്ലൊന്നുമില്ല, ചെറിയൊരു സ്മെല്ലുണ്ട്, പക്ഷെ എന്നാലും ഒരുപാട് സ്മെല്ലൊന്നുമില്ല. അതുപോലെ തന്നെ ഫോമിയാണ്. എനിക്ക് ഈ ഫോമി ഫേസ് വാഷിനോട് കൂടുതൽ താല്പര്യമുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ഫേസിലുള്ള ഈ ഡേർട്ടും കാര്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം വരണം എന്ന് തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറച്ച് ഫോമി ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കൂടുതലും ഞാൻ വാങ്ങിക്കാറുള്ളത്. പക്ഷെ അത് നല്ലതല്ല സ്കിന്നിന് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ടെങ്കിലും ഞാൻ ഒരുപാട് പ്രിഫർ ചെയ്യാറുള്ളത് ഈ പറഞ്ഞ ഫോമി ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഫേസ് വാഷുകളിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുള്ളത് ബയോട്ടിക്കിൻ്റെ ഈ ഒരു ഫേസ് വാഷാണ്. ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ സിമ്പിളുള്ള ഫേസ് വാഷും പറയാതിരിക്കാൻ കഴിയില്ല, പക്ഷേ അതിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ് ഈ ഒരു ബയോട്ടിക്കിൻ്റെ. സാധാരണ ഞാൻ ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ, ആമസോണിൽ നിന്നാണ് അധികവും ഓർഡർ ചെയ്യാറുള്ള ഒരു ഫേസ് വാഷായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ഒരു ഫേസ് വാഷ് കഴിഞ്ഞു, പക്ഷെ അത് ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് മറന്നു. അപ്പോൾ ലുലുവിൽ പോയപ്പോൾ ജസ്റ്റ് ഇതിങ്ങനെ ആയുർവേദിക് എന്നൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഫേസ് വാഷായിരുന്നു ഇത്. പക്ഷേ എനിക്കിത് യൂസ് ചെയ്തതിന് ശേഷം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ഈ ഒരു ഫേസ് വാഷ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഡ്രൈ ആക്കുന്നുമില്ല സ്കിന്ന്. അതുപോലെ തന്നെ നമുക്ക് പിമ്പിൾസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാനിപ്പോഴും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യണത്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിമ്പിളുള്ള ഫേസ് വാഷ് കഴിഞ്ഞെങ്കിൽ കൂടി ഞാൻ 2-3 പേർക്കൊക്കെ പ്രിഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത്. കാര്യം എൻ്റെ കയ്യിൽ ഇപ്പോൾ സിമ്പിളുള്ള ഫേസ് വാഷ് ഇല്ല. 2-3 ബോട്ടിലുകൾ കഴിഞ്ഞ ബോട്ടിലുകളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.